കോഴിക്കോട് മലാപ്പറമ്പിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ സൈൻ ബോർഡിലിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കണ്ണൂർ സ്വദേശി പ്രഗിലാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിൽ കാണാം സൈൻ ബോർഡിൽ ഇടിച്ച് കുറച്ചധിക ദൂരം ബൈക്ക് പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ആ സമയത്ത് മറ്റൊരു വാഹനവും എതിരെ വരുന്നുണ്ടായിരുന്നില്ല. അമിത വേഗതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ അപകട കാരണം? അരുൺ, അങ്ങനെയാണ് പ്രാഥമികമായൊരു നിഗമനം. CCTV ദൃശ്യങ്ങളിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഈ പ്രഗിലിന്റെ വാഹനം സ്കൂട്ടർ വരുന്നതിന് തൊട്ട് മുൻവശത്തായി മറ്റൊരു കാർ ഈ റോഡിലേക്ക് കയറുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാർ കണ്ടതിന് പിന്നാലെ ഈ പ്രഗിലിന് നിയന്ത്രണം നഷ്ടമായി സൈഡിലേക്ക് ഇടിച്ചു കയറിയതാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. കണ്ണൂർ സ്വദേശിയാണ് പ്രഗിൽ. കോഴിക്കോടാണ് ജോലി ചെയ്തിരുന്നത്. ഇന്നലെ തൻ്റെ സുഹൃത്തിനെ താമസ സ്ഥലത്ത് കൊണ്ടുവിട്ടതിന് ശേഷം തിരികെ തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു പ്രഗിൽ. രാത്രി ഏതാണ്ട് 12:50, അതായത് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സൈൻ ബോർഡിലേക്ക് പ്രഗിലിന്റെ സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ നിലത്ത് പ്രഗിൽ വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉടൻ തന്നെ അടുത്തുള്ളവരൊക്കെ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ പ്രഗിലിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നിലവിൽ ഏതായാലും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. വല്ലാത്തൊരു അപകടമായി പോയത്. ഒരുപക്ഷെ ആ കാറ് വരുന്നത് കണ്ടിട്ട് ബൈക്ക് യാത്രികൻ ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ടുപോയതായിരിക്കാം എന്നുള്ളതാണ്. അതല്ലാതെ മറ്റപകടത്തിനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നില്ല. ആ കാറ് ആ വഴിയിലേക്ക് തിരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തിയോടുകൂടി ബ്രേക്ക് പിടിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് സ്കിഡ് ചെയ്ത് നേരെ വന്ന് സൈൻ ബോർഡിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.